വിറ്റാമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ, രോഗാവസ്ഥകളെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോന്റെ ലിങ്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് പിന്നീട് കയറി കാണാവുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയില് വിറ്റാമിൻ B12 വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ ഭക്ഷണത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങൾ, എന്തെന്ത് ഭക്ഷണങ്ങൾ കഴിച്ചാലാണ് വിറ്റാമിൻ B12 കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. വിറ്റാമിൻ B12ന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വെജിറ്റേറിയൻസിന്റെ കാര്യം ഇച്ചിരി കഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഈ B12ന്റെ സോഴ്സ് വളരെ വളരെ കുറവാണ്. എന്നാലും ചില സംഗതികളുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമുക്ക് B12 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഓർഗൻ മീറ്റിലാണ്. അതായത് മൃഗങ്ങളുടെ കിഡ്നി, ലിവർ, ബ്രെയിൻ, ഇത്തരം സംഗതികൾ നമ്മൾ പലപ്പോഴും കഴിക്കാറുണ്ടല്ലോ. പലപ്പോഴും ആട്ടിന്റെ തലച്ചോറൊക്കെ പൊരിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ കോഴിമാംസത്തിന്റെ ഒക്കെ ആയാലും കരളും കിഡ്നിയും ഹാർട്ടും ഒക്കെ വറുത്തും പൊരിച്ചും കറി വെച്ചും ഒക്കെ പല രീതിയിൽ കഴിക്കാനായിട്ട് തയ്യാറാവാറില്ലേ. ഈ ഓർഗൻ മീറ്റിൽ ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളതായിട്ട് പറയുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു ആയുർവേദ കാഴ്ചപ്പാടല്ല, ഒരു ആധുനിക ചിന്താഗതി മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചോളുന്നു. അടുത്തതായിട്ട് വൈറ്റമിൻ B12 കൂടുതൽ അടങ്ങിയിട്ടുള്ള ചില സീ ഫുഡുകൾ ഏതൊക്കെയാന്ന് പറയാം. അതായത് നമ്മുടെ മത്തിയില്, ചാള, ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. സാൽമൺ ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓയിസ്റ്ററിൽ അടങ്ങിയിട്ടുണ്ട്. ചിപ്പി, മുത്തുച്ചിപ്പി, ഇത്തരം സംഗതികളിലൊക്കെ വൈറ്റമിൻ B12ന്റെ സാന്നിധ്യം കൂടുതലുള്ളതായിട്ട് ആധുനിക പഠനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കക്ക, ട്യൂണ എന്ന് വിളിക്കുന്ന ചൂര മത്സ്യമില്ലേ, അതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ചെമ്മീനിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കടലിൽ ജീവിക്കുന്ന ഇത്തരം സംഗതികളിലൊക്കെ വൈറ്റമിൻ B12ന്റെ സാന്നിധ്യം കൂടുതലുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഇത് ധാരാളമായിട്ട് സുലഭമായിട്ട് ലഭിക്കും. കാരണം നിത്യേന ഒരു മാംസം കഴിക്കുന്നവരായിരിക്കുമല്ലോ. മാംസഭക്ഷണം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, അതായത് ബീഫ്, ആട്, കോഴി, ഇതിന്റെ ഒക്കെ മാംസത്തില് വൈറ്റമിൻ B12 കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. വെജിറ്റേറിയൻസിന് ആശ്വാസത്തിന് വകയുണ്ട്. അതായത് പാലും പാലുൽപ്പന്നങ്ങളിലും വൈറ്റമിൻ B12 ധാരാളമായിട്ടുണ്ട്. അതായത് പാല്, തൈര്, ചീസ്, ഇത്തരം സംഗതികളും വെജിറ്റേറിയൻസ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു നിത്യഭക്ഷണത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് അവർക്കും വൈറ്റമിൻ B12 ആവശ്യമുള്ള അളവിൽ ലഭിക്കുന്നുണ്ടെന്നർത്ഥം. ചില വെജിറ്റേറിയൻസും കോഴിമുട്ട ഉപയോഗിക്കാറുണ്ട്. ഈ കോഴിമുട്ടയിലും വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ട് അതിന്റെ മഞ്ഞക്കരുവിൽ വൈറ്റമിൻ B12 കൂടുതലായിട്ടുള്ളതായിട്ട് ആധുനിക പഠനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. വെജിറ്റേറിയൻസിന്റെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ പാലും കോഴിമുട്ടയും അതുപോലെ ഈ ചീസ്, തൈര്, ഇത്തരം സംഗതികളിൽ മാത്രമാണ് വൈറ്റമിൻ B12 കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻസ് മറ്റ് മത്സ്യമാംസാദികൾ കൂടുതൽ കഴിക്കില്ല എന്നുള്ളത് കൊണ്ട് അവര് ഈ പറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും കോഴിമുട്ടയും ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുവഴി അവർക്ക് വൈറ്റമിൻ B12 ആവശ്യത്തിന് ലഭിക്കുന്നതാണ്. ഈ വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് സോയ ചങ്ക്സ്, സോയാബീൻ, അതുപോലെ സോയ മിൽക്ക്, ഓട്സ്, ഇതൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നട്ട്സിനെ പറ്റി പറയുമ്പോൾ ബദാമിലൊക്കെ വൈറ്റമിൻ B12 ധാരാളമായിട്ട് അടങ്ങിയിട്ട്, ബദാമിനെ പറ്റി നമ്മൾ മുൻപ് ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നും എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനെന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോന്റെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.